Hello students. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഡയറക്റ്റ് മെത്തേഡിലെയും ഇൻഡയറക്റ്റ് മെത്തേഡിലെയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് നോക്കാം എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ പ്രീവിയസ് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കണ്ടു പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. Cash flow statement എന്ന് പറഞ്ഞാൽ it's a financial statement that reports inflows and outflows of cash and cash equivalent during a particular accounting year under 3 heads. അപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും റെക്കോർഡ് ചെയ്യുന്നു. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റിന്റെ ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരീഡിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അത് റെക്കോർഡ് ചെയ്യുന്നത് 3 ഹെഡുകളിലായിട്ടാണ്: ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇനി ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയും ഇത് ജസ്റ്റ് കോംപ്ലിമെന്റ് ചെയ്യുള്ളൂ. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ഇത് ഒരിക്കലും അതിന് പകരമാവില്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം എന്താണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആക്ടിവിറ്റീസ് ആർ ദ പ്രിൻസിപ്പൽ റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ എന്റർപ്രൈസ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ഓർ ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ ബിസിനസ്സിലെ പ്രിൻസിപ്പൽ റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റീസ്, അതായത് ഡേ ടു ഡേ ബിസിനസ് നടത്തുന്ന കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ എക്സ്പെൻസ് വരുന്നതും ഇൻകം വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി, അതും പിന്നെ ഇൻവെസ്റ്റിങ്ങോ ഫിനാൻസിങ്ങോ ആക്ടിവിറ്റീസ് അല്ലാത്തതും നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ് പെടുത്തുന്നത്. അപ്പോൾ ദേ ആർ റിക്കറിംഗ് ഇൻ നേച്ചർ. റിക്കറിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന നേച്ചറിലുള്ളതാണ്. അതായത് ബൈയിങ്, സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, ഇതൊക്കെ ഡേ ടു ഡേ ബിസിനസ്സിൽ നടത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ, അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൊന്നും വരുന്നതല്ല. ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിന്ന് ഉണ്ടാകുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകംസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസാക്ഷന്റെ നെറ്റ് എഫക്റ്റ് ബിസിനസ്സിലെ ക്യാഷിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നുവെങ്കിൽ നമ്മൾ അതിനെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നു. അതായത് ബിസിനസ്സിലെ ക്യാഷ് കൂട്ടുന്നുവെങ്കിൽ. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് അതിന്റെ നെറ്റ് എഫക്റ്റ് ബിസിനസ്സിലെ ക്യാഷ് കുറക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് എന്തൊക്കെയാണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, നമ്മൾ ഗുഡ്സ് വിൽക്കുമ്പോൾ കമ്മീഷൻ, റോയൽറ്റി, ഫീ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിസീവ് ചെയ്യുന്നു. അതുപോലെ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ നമ്മൾ പൈസ റിസീവ് ചെയ്യുന്നു. ഇതൊക്കെ ക്യാഷ് ഇൻഫ്ലോസ് ആണ്. ഇനി നമുക്ക് ക്യാഷ് ഔട്ട്ഫ്ലോസ്, ക്യാഷ് ഏതൊക്കെ രീതിയിൽ പോകുന്നുണ്ട്? സപ്ലയേഴ്സിന് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്തവർക്ക് പൈസ കൊടുക്കുന്നു. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഒരു ബിസിനസ് നടന്നു പോകണമെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിന് സാലറി കൊടുക്കണം, വേജ് കൊടുക്കണം, അങ്ങനെ എന്തെല്ലാം ഓപ്പറേഷണൽ എക്സ്പെൻസ്, റെന്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുന്ന ഓപ്പറേഷണൽ എക്സ്പെൻസുകളെല്ലാം. ക്യാഷ് പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ് ഓർ ബിൽസ് പേയബിൾ. ഇനി ഇത് കൂടാതെ നമ്മൾ സാധനങ്ങൾ കടത്തിനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ, ക്രെഡിറ്റിലാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് നമ്മൾ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കണം. ബിൽസ് പേയബിൾ ഉണ്ടെങ്കിൽ അതിലേക്ക് പൈസ കൊടുക്കണം. ഇൻകം ടാക്സ് പെയ്ഡ് ഓർ റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ്. ഇനി നമ്മൾ ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിക്കണം. റീഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് റീഫണ്ട് കിട്ടും. നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു ഡേ ടു ഡേ റവന്യൂ ഏണിംഗ് ആക്ടിവിറ്റീസ് ആണെന്ന്. എന്നാൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് ലോങ് ടേം അസറ്റ്സ് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെന്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ക്യാഷ് ഇക്വലൻസ്. അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള അസറ്റുകളുടെ വാങ്ങലും വിൽക്കലുകളും, അത് ഇൻവെസ്റ്റ്മെന്റും ആവാം. ക്യാഷ് ഇക്വലന്റിൽ പെടാത്ത ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റുകളും ആവാം. ക്യാഷ് ഇക്വലന്റിൽ പെട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവരുത്. അതല്ലാത്ത ഇൻവെസ്റ്റ്മെന്റുകളോ അസറ്റുകളോ ലോങ് ടേമിൽ വാങ്ങോ വിൽക്കോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോസ് എന്തൊക്കെയാണ്? ഫിക്സഡ് അസറ്റ് വിൽക്കുന്നു, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടേത്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നു, അതായത് ഷെയർ, ഡിബഞ്ചറുകൾ പോലെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് വിൽക്കുമ്പോൾ ക്യാഷ് കിട്ടുന്നു. ദെൻ ക്യാഷ് റെസീപ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് റീപേയ്മെന്റ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ബൈ തേർഡ് പാർട്ടീസ്. ഇപ്പൊ കമ്പനി തേർഡ് പാർട്ടീസിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധ വേണം. തേർഡ് പാർട്ടീസിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. അപ്പൊ അതിന്റെ റീപേയ്മെന്റ് ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് തിരിച്ചു തരുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇൻകം റിസീവ്ഡ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മേല് ഡിവിഡൻഡ് കിട്ടുന്നു. ഷെയർ ആണെങ്കിൽ അതുമ്പോൾ ഡിവിഡൻഡ് കിട്ടുന്നു, ഡിബഞ്ചർ ആണെങ്കിൽ അതും ഇൻട്രസ്റ്റ് കിട്ടുന്നു. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റുമ്പോൾ കിട്ടുന്ന ഇൻകംസ് ഒക്കെയും ഇവിടെ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ്.
Then എന്തൊക്കെയാണ് ക്യാഷ് ഔട്ട്ഫ്ലോസ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്ന ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്തൊക്കെയാണ്? ക്യാഷ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, നമ്മൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്, ചിലപ്പോൾ പേറ്റന്റ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ദെൻ ക്യാഷ് പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റുകൾ വാങ്ങുന്നു. ലോൺസ് ഗ്രാൻഡഡ് ടു തേർഡ് പാർട്ടിക്ക് ലോൺ കൊടുക്കുന്നു. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുമ്പോൾ ബ്രോക്കറേജ് കൊടുക്കുന്നു. ഇതൊക്കെ ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്, അല്ലെങ്കിൽ ക്യാഷ് പോകുന്നു. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പോൾ ദീസ് ആർ ആക്ടിവിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ ചേഞ്ചസ് ഇൻ ദ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ്സ് ഓഫ് ദ എന്റർപ്രൈസ്. നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി പറഞ്ഞു, അത് ഡേ ടു ഡേ റവന്യൂ ഏണിംഗ് ആക്ടിവിറ്റീസ് ആണെന്ന് പറഞ്ഞു. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ലോങ് ടേം അസറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെയാണെന്ന് പറഞ്ഞു. എന്നാൽ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദാറ്റ് റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ ദ സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഓണേഴ്സ് ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ്സ് ഓഫ് ദ എന്റർപ്രൈസ്. ആ നമ്മുടെ എന്റർപ്രൈസിന്റെ ഓണേഴ്സ് ക്യാപിറ്റലിലും ബോറോയിങ്സിലും അത് ബോറോയിങ്സിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷനിൽ അല്ലെങ്കിൽ സൈസിൽ മാറ്റം വരുത്തുന്ന ആക്ടിവിറ്റീസ് ആണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പൊ അതിൽ ഇൻഫ്ലോസ് എന്തൊക്കെ വരും? നമുക്ക് നമ്മുടെ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ ബാക്കി ഇപ്പൊ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഒക്കെ വരും. അപ്പൊ എന്തൊക്കെയാണ് ഇൻഫ്ലോസ്? ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോൾസ് ഇൻ അരിയർ വന്നിട്ടുണ്ട്. അതായത് ഏതെങ്കിലും പാർട്ടി കോൾ വിളിച്ചപ്പോൾ പൈസ അടച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അതിന്റെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഫോർ ക്യാഷ്. ദെൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ. ലോൺസ് ആൻഡ് അഡ്വാൻസസ് അവൈൽഡ്, നമുക്ക് ലോണൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇനി ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്തൊക്കെയാണ്? ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ്, നമ്മൾ ഇക്വിറ്റി ഷെയർസ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വാങ്ങുന്നു, ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നു. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുന്നു. റിഡംഷൻ മീൻസ് റിഡീം ചെയ്യുന്നു. പ്രിഫറൻസ് ഷെയർസിന് നമ്മൾ ആ ഷെയറിന്റെ പൈസ തിരിച്ചു കൊടുത്ത് അവരെ റിഡീം ചെയ്യുന്നു. ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നു. ലോൺസ് ആൻഡ് അഡ്വാൻസസ് റീപെയ്ഡ്, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് ലോണൊക്കെ നമ്മൾ റീപേ ചെയ്യുന്നു. ഇത് ബാങ്ക് ലോണാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് കാരണം ഇത് ബോറോയിങ്സ് എന്നുള്ളത്, അതായത് ഇവിടെ ഓണേഴ്സ് ക്യാപിറ്റലും ബോറോയിങ്സും ആണ്. അപ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്നുള്ളത് ബാങ്ക് ലോൺ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ലോൺസ് പെയ്ഡ്. ദെൻ ഫൈനൽ ഡിവിഡൻഡ്, ഇന്ററിം ഡിവിഡൻഡ്, ഇതൊക്കെ നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണേഴ്സ് ക്യാപിറ്റലുമായി റിലേറ്റഡ് ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് പെയ്ഡ്, ബ്രോക്കറേജ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഇതൊക്കെ ഓണേഴ്സ് ക്യാപിറ്റലുമായിട്ട് റിലേറ്റഡ്, ഓണേഴ്സ് ക്യാപിറ്റലും ബോറോയിങ്സും ആയിട്ട് റിലേറ്റഡ് ആണ്. ഷെയർ ഇഷ്യൂ എക്സ്പെൻസസ്, ഈ രീതിയിലുള്ള പേയ്മെന്റുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. ഇനി നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലെ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഫോർമാറ്റ് ഒന്ന് നോക്കാം. അപ്പൊ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഈ 3 ആക്ടിവിറ്റീസിന്റെയും ഫോർമാറ്റ് സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ട് പ്രോബ്ലം ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് വരാം. ഇത് ഫുള്ളായിട്ടൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ഡയറക്റ്റ് മെത്തേഡിലുള്ളതാണ്. ഇപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ 3 ഹെഡ് ആയിട്ടാണ് ആക്ടിവിറ്റീസിനെ തരംതിരിക്കുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ദെൻ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസ്. ഇത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പൊ ഫസ്റ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ ഡേ ടു ഡേ റവന്യൂ ഏർണിംഗ് പ്രോസസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ എന്തൊക്കെ വരാം? നമ്മൾ ഇങ്ങോട്ടേക്ക് ക്യാഷ് സെയിൽ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സർവീസസ് റെൻഡർ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇൻകം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റം ആണ്. ക്യാഷ് റെസീറ്റ് ഫ്രം റോയൽറ്റി, ഫീസ്, കമ്മീഷൻ ആൻഡ് അതർ റവന്യൂ, ഇങ്ങോട്ടേക്ക് നമുക്ക് കമ്മീഷനോ അങ്ങനെയുള്ള റവന്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. റെസീറ്റ് ഫ്രം ഡെപ്റ്റേഴ്സിൽ നിന്നോ ബിൽസ് റിസീവബിൾ ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. ദെൻ നമുക്ക് എന്തൊക്കെ പേയ്മെന്റ്സ് വരാം? ക്യാഷ് പർച്ചേസസ് വരാം, ക്യാഷ് പേയ്മെന്റ് ടു സപ്ലയേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ്, പേയ്മെന്റ് ടു എംപ്ലോയീസിന് സാലറി വേജസ് ഒക്കെ കൊടുക്കുന്നു. അതുപോലെ വേറെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, റെന്റോ അങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മൾ കൊടുക്കുന്നു. ഇപ്പൊ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കിട്ടും. ദെൻ അതിൻ്റെ കൂടി നമ്മൾ ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. ടാക്സ്, ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം, റീഫണ്ട് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ക്യാഷ് ഫ്ലോസ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കിട്ടും. ഇനി എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ചിലപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് റിലേറ്റഡ് ആയിട്ട് എർത്ത് ക്വേക്ക് ഉണ്ടായി, ഫ്ലഡ് ഉണ്ടായി, അപ്പൊ എന്തെങ്കിലും സെറ്റിൽമെന്റ് കിട്ടി,
അതുപോലെ ബാഡ് ഡെറ്റ് റിക്കവേർഡ് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എന്തെങ്കിലും കൊടുത്തു, എന്തെങ്കിലും പേയ്മെന്റ് ആണെങ്കിൽ ലെസ് ചെയ്യണം, ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടാണെങ്കിൽ ആഡ് ചെയ്യണം. ഇപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇത് നമുക്ക് വേണം. ഇത് നമ്മൾ അവസാനം എല്ലാ ആക്ടിവിറ്റീസും കൂടെ ഒരുമിച്ചാക്കിയിട്ടാണ് ഈ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ അവസാനം ബാലൻസ് നമുക്ക് ക്ലോസിംഗ് ക്യാഷ് ബാലൻസിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഇനി അടുത്ത ഹെഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. 3 ഹെഡിലായിട്ടാണ് നമ്മൾ ഐറ്റംസ് തരംതിരിക്കുക. അപ്പൊ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു ലോങ് ടേം അസറ്റുകൾ വാങ്ങാൻ, അസറ്റോ ഇൻവെസ്റ്റ്മെന്റോ ഒക്കെ വാങ്ങുന്നതും വിൽക്കുന്നതും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം? ഫിക്സഡ് അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് ഒക്കെ ആഡ് ചെയ്യണം. ഇനി ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ലെസ് ചെയ്യണം. ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഫിനാൻഷ്യൽ എന്റർപ്രൈസിന്റെ അല്ല എങ്കിൽ, ഫിനാൻഷ്യൽ എന്റർപ്രൈസിന്റെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഒക്കെ അതിന്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോകും. പക്ഷെ ഇവിടെ സാധാരണ ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റിന്മേലാണ്. അപ്പൊ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഡിവിഡൻഡ് റിസീവ്ഡ് അതും ഇതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ദെൻ ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് ഓൺ ഫിക്സഡ് അസറ്റ്. ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് നമുക്ക് ക്ലെയിം കിട്ടിയിട്ടുണ്ട്, അതായത് അതിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചു, അപ്പൊ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചോദിച്ചപ്പോൾ ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ ടു തേർഡ് പാർട്ടീസ്. അപ്പൊ ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇങ്ങോട്ടേക്ക് ഇൻഫ്ലോസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഔട്ട്ഫ്ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. അപ്പോൾ തേർഡ് പാർട്ടീസിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്ഫ്ലോ ആണ്, അത് ലെസ് ചെയ്യണം. റീപേയ്മെന്റ് ഓഫ് അഡ്വാൻസസ് ആൻഡ് ലോൺ ബൈ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി ആരെങ്കിലും മുമ്പ് ലോൺ വാങ്ങിക്കൊണ്ടുപോയത് ഇങ്ങോട്ടേക്ക് തിരിച്ചു തന്നാൽ ഇൻഫ്ലോ ആണ്, ആഡ് ചെയ്യണം. ലോൺ ഗിവൺ ടു സബ്സിഡിയറീസ്. ഇനി സബ്സിഡിയറീസിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം, ഔട്ട്ഫ്ലോ ആണ്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്ത് ലെസ് ചെയ്യാനുള്ളത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, നെഗറ്റീവ് മൈനസ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് 2 ഐറ്റമായി. എ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ബി നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കിട്ടി. ഇപ്പൊ 2 ആക്ടിവിറ്റി അതിന് മൂന്നാമത്തതും കൂടെ നമ്മൾ ചെയ്യണം. മൂന്നാമത്തേത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പൊ ഫിനാൻസിങ് ആക്ടിവിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു ഓണേഴ്സ് ക്യാപിറ്റലും ബോറോയിങ്സും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം ഇൻഫ്ലോസ് വരാം, എന്തെല്ലാം ഔട്ട്ഫ്ലോസ് വരാം. ഇൻഫ്ലോസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു, ഔട്ട്ഫ്ലോസ് എല്ലാം നമ്മൾ ലെസ് ചെയ്യും. പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് ഇൻഫ്ലോസ് ആണ്, ഇങ്ങോട്ടേക്ക് പൈസ വന്നു. സെക്യൂരിറ്റീസ് പ്രീമിയം റിസീവ്, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയം എമൗണ്ട് കളക്ട് ചെയ്തു. പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് അതിന്റെ പൈസ കിട്ടി. ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ പൈസ കിട്ടി. ബാങ്ക് ലോൺ ആൻഡ് ബോറോയിങ്സ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ബോറോയിങ്സ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഫണ്ട് വന്നു. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുത്തു, ഇങ്ങോട്ടേക്ക് ഫണ്ട് വന്നു. ഇനി ഏതൊക്കെ രീതിയിൽ ഫണ്ട് പുറത്തേക്ക് പോകാം? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നു. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചേഴ്സ് നമ്മൾ തിരിച്ചു അതിന്റെ പൈസ തിരിച്ചു കൊടുക്കുന്നു. ബൈബാക്ക് ഓഫ് ഷെയർസ്, കമ്പനിയുടെ ഷെയർസ് തിരിച്ചു വാങ്ങി അവർക്ക് പൈസ കൊടുക്കുന്നു. റീപേയ്മെന്റ് ഓഫ് ലോൺ, ബാങ്ക് ലോൺ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടക്കുന്നു. റീപേയ്മെന്റ് ഓഫ് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചടക്കുന്നു. അതൊക്കെ ഔട്ട്ഫ്ലോസ് ആണ്. ക്യാഷ് ഔട്ട്ഫ്ലോസ് എല്ലാം നമ്മൾ ലെസ് ചെയ്യണം. ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ബ്രാക്കറ്റിൽ ഇടുകയാണ് ചെയ്യുക. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ്, നമ്മൾ ഏതെങ്കിലും ലോണും ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഇന്ററിം ഡിവിഡൻഡ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ് നമ്മുടെ ഷെയർസുമൊക്കെ നമ്മൾ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത എമൗണ്ടുകളൊക്കെ ഔട്ട്ഫ്ലോ ആണ്, അതൊക്കെ ലെസ് ചെയ്യണം. ഇപ്പൊ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. മൈനസ് ഫിഗർ ആണെങ്കിൽ യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇപ്പൊ നമുക്ക് 3 ഫിഗറുകളായി. ഇവിടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇവിടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഇവിടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇത് 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ, എയും ബിയും സിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, അതായത് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ഇൻക്രീസ്, നെഗറ്റീവ് ഫിഗർ മൈനസ് ഫിഗർ ആണെങ്കിൽ, മൈനസ് ഫിഗർ നമ്മൾ ബ്രാക്കറ്റിൽ ഇടുകയാണ് ചെയ്യുക. അപ്പോൾ മൈനസ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് കിട്ടും. ഇതിന്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് നമ്മുടെ പീരീഡിന്റെ ബിഗിനിങ്ങിലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് കിട്ടും. ഇതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഡയറക്റ്റ് മെത്തേഡിലുള്ള ഫോർമാറ്റ്. അപ്പൊ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം.
Question നോക്കുക. Following is the cash flow abstract of XYZ Limited for the year ended 31/3/2025. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ അബ്സ്ട്രാക്റ്റ് തന്നിരിക്കുന്ന ഇൻഫ്ലോസ് തന്നിരിക്കുന്നു. ക്യാഷും ബാങ്കും നമുക്കിവിടെ ക്യാഷ് ബാലൻസും ഉണ്ട്, ബാങ്ക് ബാലൻസും ഉണ്ട്. ദെൻ ഷെയർ ക്യാപിറ്റൽ പ്രൊസീഡ്സ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡെപ്റ്റേഴ്സ് ഒക്കെ വരുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, നമുക്കറിയാം ലോങ് ടൈം അസറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. സാലറീസ് ആൻഡ് വേജസ്, എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. പേയ്മെന്റ് ഓഫ് ഓവർ ഹെഡ്, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കൊടുക്കുന്നു, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഡിബഞ്ചേഴ്സ് റിഡീംഡ്, ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കമ്പനിയുടെ ബോറോയിങ്ങിൽ വരുന്നതാണ്, അതുകൊണ്ട് അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഫിക്സഡ് അസറ്റ് അക്വയേർഡ്, ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, നമുക്കറിയാം ലോങ് ടൈം അസറ്റ് വാങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഇൻകം ടാക്സ് പെയ്ഡ്, ഇത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ബാങ്ക് ലോൺ റീപെയ്ഡ്, ഇത് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്, ബോറോയിങ്. ഡിവിഡൻഡ് പെയ്ഡ്, ഷെയർസും ഡിവിഡൻഡ് കൊടുത്തു, ഇത് ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ്. അപ്പൊ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടണം. Prepare a cash flow statement for the year ended 31/3/2025 as per direct method. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിലാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് ആക്ടിവിറ്റീസിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ചെയ്യണം. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഓഫ് XYZ ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡഡ് 31/3/2025. അപ്പോൾ 3 ഹെഡുകളായിട്ട് നമ്മൾ തരംതിരിക്കും. എ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, സെക്കൻഡ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, തേർഡ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ഐറ്റംസ് ഓരോന്നും. നമുക്ക് ആദ്യം ഇവിടെ ഇൻകംസ് ഉള്ളത്, കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ഉണ്ട്, അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ്, ഇത് മാത്രമേ നമ്മളിവിടെ ഇൻഫ്ലോ കണ്ടുള്ളൂ. ഇൻഫ്ലോ സൈഡിൽ ഇത് മാത്രമേ ഉള്ളൂ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ. ഇനി നമ്മളിവിടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് ഇതൊക്കെ. ഈ 3 ഐറ്റവും നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇൻകം ടാക്സ് പെയ്ഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് നമ്മൾ എടുക്കേണ്ട സ്ഥലത്ത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റികളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻകം ടാക്സും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, സാലറീസ് ആൻഡ് വേജസ്, പേയ്മെന്റ് ഓഫ് ഓവർ ഹെഡ്സ്, ഇത്രയും ചെയ്താൽ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. ഇതുമ്മലാണ് നമ്മൾ ഇൻകം ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടുന്നത്. നമ്മളൊരു ഫോർമാറ്റിൽ എന്താണോ പഠിച്ചത് ആ ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത്ര ഐറ്റംസ് ചെയ്തപ്പോൾ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം സെയിം തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാഷ് ജനറേറ്റഡ് കിട്ടി. അപ്പൊ നമ്മൾ അതുമ്മ ഇൻകം ടാക്സ് തന്നിട്ടുണ്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ. ഇൻകം ടാക്സ് പെയ്ഡ് 55,000. അപ്പൊ ആ ഇൻകം ടാക്സ് പെയ്ഡ് നമ്മൾ ഇവിടുന്ന് ലെസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ഫിഗർ ആണ്. അപ്പൊ അതുകൊണ്ട് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 1,65,000 കിട്ടി. ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കണ്ടിരുന്നു. ഇവിടെ ആകെ ഫിക്സഡ് അസറ്റ് ഉണ്ട്, പർച്ചേസും ഉണ്ട്, ഇവിടെ പർച്ചേസും ഉണ്ട്, ഇവിടെ സെയിലും ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കണ്ടില്ല. അപ്പൊ അതേ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആഡ് ചെയ്യാനും പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ലെസ് ചെയ്യാനും. നമ്മുടെ എമൗണ്ട് നമുക്ക് നോക്കാം. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് 4 lakhs. ഇപ്പൊ നമുക്ക് നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നത് 3,30,000. കാരണം സെയിലിനേക്കാൾ കൂടുതൽ പർച്ചേസ് ആ വന്നേക്കുന്നത്. ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ പോയേക്കുന്നത്. സെയിൽ നടത്തുമ്പോൾ ക്യാഷ് ഇങ്ങോട്ടേക്ക് വരും, പർച്ചേസ് നടത്തുമ്പോൾ ക്യാഷ് പോകും. അങ്ങനെ ക്യാഷ് കൂടുതൽ പോയിരിക്കുകയാണ്. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി 3,30,000. ഇതിവിടെ നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. നമ്മളിവിടെ കണ്ടിരുന്നത് ഇവിടെ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതുപോലെ ബാങ്ക് ലോൺ റീപേഡ് ചെയ്തിട്ടുണ്ട്, ഡിബഞ്ചർ റിഡീം ചെയ്തിട്ടുണ്ട്, ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ 5 lakhs, ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു 1 lakh. ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഡിബഞ്ചർ റിഡീം ചെയ്തിരിക്കുന്നു 50,000. ദെൻ നെക്സ്റ്റ് പേയ്മെന്റ് ഓഫ് ബാങ്ക് ലോൺ, ബാങ്ക് ലോൺ കൊടുത്തിരിക്കുന്നു 2,50,000. ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്യാഷ് ഇൻഫ്ലോ വന്നു, ഡിവിഡൻഡ് കൊടുത്തപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആയി, ലെസ് ചെയ്യണം. ഡിബഞ്ചർ റിഡീം ചെയ്തപ്പോഴും ക്യാഷ് പോയി, അങ്ങോട്ടേക്ക് പൈസ കൊടുത്തു. ബാങ്ക് ലോൺ പേ ചെയ്തപ്പോഴും, അതായത് ബാങ്ക് ലോൺ അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുത്തപ്പോഴും നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു. അപ്പോൾ 5 lakhs ഇതെല്ലാം മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് 1 lakh പോസിറ്റീവ് ഫിഗർ തന്നെയാണ് കിട്ടിയത്. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്.
ഇനി നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ ബാലൻസും ദെൻ നെറ്റ് ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയും നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയും ഇത് മൂന്നും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആൻസർ ആണ് നെറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് കിട്ടും. ഇതിൽ നമുക്ക് മൈനസ് ഫിഗർ ആണ് കിട്ടിയത്, കാരണം ഇവിടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ മൈനസ് കിടക്കുന്നതുകൊണ്ട് അതാണ് കൂടുതൽ ഫിഗർ വന്നപ്പോൾ നമുക്കിവിടെ മൈനസ് ഫിഗർ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നെറ്റ് ഡിക്രീസ് ആണ്. നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് 65,000. ഇനി നമ്മൾ നമ്മുടെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടേണ്ടത് നമ്മുടെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കിട്ടണം. അപ്പോൾ ഇതിനോട് കൂടിയിട്ട് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് ആണ്. അപ്പോൾ 10,000 ഉണ്ട് 70,000 ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. അപ്പൊ അത് നമ്മൾ ആഡ് ചെയ്യുന്നു. 10,000ഉം 70,000ഉം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 80,000. അപ്പോൾ ഇവിടെ 65,000 മൈനസ് ആണ്, 80,000 പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് റിസൾട്ടിങ് ഫിഗർ പോസിറ്റീവ് 15,000 കിട്ടി. ഇതാണ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചെക്ക് ചെയ്യാം. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് 10 + 5 15,000. അതേ 15,000 തന്നെ നമുക്ക് ഇവിടെ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡിലേക്ക് പോവാം. അപ്പൊ ആദ്യം അതിന്റെ ഫോർമാറ്റ് നോക്കാം. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമുക്കറിയാം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് മാത്രമേ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉള്ളൂ. അതിന് മാത്രമേ ഡയറക്റ്റും ഇൻഡയറക്റ്റ് മെത്തേഡും ചെയ്യുള്ളൂ. ഇൻഡയറക്റ്റ് മെത്തേഡിന്റെ പ്രത്യേകത നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നെറ്റ് പ്രോഫിറ്റിന് എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പ്രോഫിറ്റ്, നേരെ ബിസിനസ് ആക്ടിവിറ്റിന്ന് വരുന്ന പ്രോഫിറ്റ് കറക്റ്റ് അത് തന്നെ എടുക്കണം. അതിൽ നിന്ന് ടാക്സോ ഡിവിഡൻഡോ സാധനങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടാവരുത്. ആ ടാക്സും വന്നാണ് നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യുക. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് സാധനങ്ങളൊക്കെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മളൊന്ന് മനസ്സിൽ കാണാം. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെന്ററി, ഇങ്ങനെ ഐറ്റംസ് നമ്മൾ പഠിച്ചു. ഫിനാൻസിങ് അതുപോലെ ഫിനാൻസ് കോസ്റ്റ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്. ഇത്ര എക്സ്പെൻസ് കഴിയുമ്പോൾ മുകളിൽ നമ്മൾ സെയിൽ പ്രൊസീഡ്സും അതർ ഇൻകവും എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഇത്തരം എക്സ്പെൻസിന്റെ ടോട്ടൽ ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ആ പ്രോഫിറ്റിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനുശേഷം അതിൽ നിന്ന് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടാവും, ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ആഡ് ചെയ്യും അതിന്റെ കൂടെ. ആ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ആ നേരിട്ട് കിട്ടുന്ന പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുമ്പോൾ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് എത്തുന്ന പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ ടാക്സ് ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പോയിട്ട് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് അതിന്റെ കൂടെ ആഡ് ചെയ്യും. പിന്നെ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലെസ് ചെയ്യും. അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് അതിൽ നിന്ന് ലെസ് ചെയ്യും. അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലെസ് ചെയ്യുന്നതൊക്കെ നമ്മൾ വീണ്ടും ആഡ് ബാക്ക് ചെയ്തിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റത്തിലേക്ക് എത്തണം. അതാണ് നമ്മൾ എടുക്കുക. ദെൻ ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഫോർ നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്. നമ്മൾ ഈ പ്രോഫിറ്റിനോട് നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വീണ്ടും മനസ്സിൽ കാണാം. ആ എന്താ പറയുക, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ച് ഇൻ ഇൻവെന്ററി, ഇതിലൊക്കെ നോൺ ക്യാഷ് ഐറ്റംസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. ദെൻ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. നമ്മൾ ആ പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള നോൺ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചിട്ടാണല്ലോ നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തിയത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു, വീണ്ടും ആഡ് ചെയ്യുന്നു. നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ നോൺ ക്യാഷ് ഐറ്റംസും നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കുറെ എണ്ണം ലെസ് ചെയ്തു. അപ്പൊ നമ്മൾ ആലോചിക്കുക നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് ശരിക്കും മനസ്സിൽ കാണാം. അപ്പൊ നമ്മൾ നോക്കുക, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. പർച്ചേസ് ഒക്കെ നമുക്ക് ക്യാഷ് ഐറ്റംസ് ആണ്, അപ്പൊ നോൺ ക്യാഷ് അല്ല. ദെൻ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ബോറോയിങ്സിന് ഫണ്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഫിനാൻസ് കോസ്റ്റ് ഒരിക്കലും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല. അപ്പൊ ഫിനാൻസ് കോസ്റ്റിൽ ഏതെങ്കിലും ഐറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, വീണ്ടും ആഡ് ചെയ്യണം.
ദെൻ പിന്നെ നെക്സ്റ്റ് ആലോചിക്കുക ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. നമ്മൾ ഡിപ്രിസിയേഷനോ അമോർട്ടൈസേഷനോ ഗുഡ് വില്ലിന്റെ അമോർട്ടൈസേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലെസ് ചെയ്ത് പോയിട്ടാണ് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തിയിരിക്കുന്നതെങ്കിൽ അതും വീണ്ടും ആഡ് ചെയ്യണം. അപ്പൊ അതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഡിപ്രിസിയേഷനും അമോർട്ടൈസേഷനും നോൺ ക്യാഷ് ഐറ്റംസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നത്. ദെൻ ഫിനാൻസ് കോസ്റ്റിൽ വരുന്ന ഐറ്റംസ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നോക്കുക, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആഡ് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ റിട്ടൺ ഓഫ് ഡ്യൂറിംഗ് ദ ഇയർ. ഇപ്പൊ എക്സ്പെൻസുകളൊക്കെ നമ്മൾ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടൺ ഓഫ് ഡ്യൂറിംഗ് ദ ഇയർ. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റും ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഒക്കെ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്, എക്സ്പെൻസുകൾ ആഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് പെയ്ഡ് ഓൺ ബോറോയിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്, അപ്പോൾ അതും നോൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്. ദെൻ നമുക്ക് വരുന്ന ഇൻകംസ്, അതായത് നോൺ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ നോൺ ക്യാഷ് ആയിട്ടുള്ള ഇൻകംസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ലെസ് ചെയ്യണം. അപ്പൊ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റോ വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഇൻകം, ഡിവിഡൻഡ് ഇൻകം, റെന്റൽ ഇൻകം. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഇൻകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ലെസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് കിട്ടുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ പ്രോഫിറ്റും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇനി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റും ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റിയും ആഡ് ചെയ്യുകയും നേരെ തിരിച്ച്, അതായത് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റും ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റിയും ലെസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നതിൽ വരുന്നത് ഇൻവെന്ററി, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിള്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതൊക്കെയാണ് വരുന്നത്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഇതിൽ പെടില്ല. ക്യാഷ് കറണ്ട് അസറ്റ് ആണെങ്കിലും ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് ഒഴികെയുള്ള ബാക്കിയുള്ള കറണ്ട് അസറ്റുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കറണ്ട് അസറ്റിൽ ഡിക്രീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്. അതുപോലെ കറണ്ട് ലയബിലിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റിയിൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ദെൻ വീണ്ടും ലെസ് ചെയ്യേണ്ടുന്നത് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കറണ്ട് അസറ്റിലെ ഐറ്റംസ് തന്നെ അത് ഇൻക്രീസ് ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ഉണ്ടെങ്കിലും ലെസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. ഇനി അതുമല്ലാണ് നമ്മൾ ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ടാക്സ് പെയ്ഡ് ആണെങ്കിൽ ലെസ് ചെയ്യണം, റീഫണ്ട് ആണെങ്കിൽ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് കിട്ടും. ഇനി എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആണ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ നാച്ചുറൽ കലാമിറ്റീസോ എർത്ത് ഫ്ലഡോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ ഇൻഫ്ലോ വരാം അല്ലെങ്കിൽ ഔട്ട് ഫ്ലോ വരാം. ഇൻഫ്ലോ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം, ഔട്ട് ഫ്ലോ ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. ഇനി നെക്സ്റ്റ് അടുത്ത ഹെഡിങ് ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതിൽ വരുന്നത് ഇതിന് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഒന്നുമില്ല, നേരത്തെ പഠിച്ച അതേ ഐറ്റംസ് തന്നെയാണ്. ഡയറക്റ്റ് മെത്തേഡിൽ ഏതെല്ലാം ഐറ്റംസ് പഠിച്ചോ അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കും ഫിനാൻസിങ് ആക്ടിവിറ്റിക്കും ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇതിൽ വരുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റോ ഇൻവെസ്റ്റ്മെന്റോ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് ഔട്ട് ഫ്ലോ ആണ്. ദെൻ ഇങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ ഒക്കെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇൻഫ്ലോ ആണ്. നേരത്തെ ചെയ്ത അതേ ഐറ്റംസ് തന്നെ. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ ടു തേർഡ് പാർട്ടീസിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട് ഫ്ലോ ആണ്. അവർ ഇങ്ങോട്ടേക്ക് റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്ലോ ആണ്. സബ്സിഡിയറീസിന് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്. ഇതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇവിടെ മിസ്റ്റേക്ക് ആണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പൊ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി.
ഇതിൽ വരുന്നത് ഓണേഴ്സ് ക്യാപിറ്റലും ബോറോയിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നേരത്തെ പഠിച്ച ഐറ്റംസ് തന്നെ, ഡയറക്റ്റ് മെത്തേഡ് പഠിക്കുമ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ചെയ്ത അതേ ഐറ്റംസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ട് ചെയ്യുന്നു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ബാങ്ക് ലോൺ എടുക്കുന്നു, ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നു. ഇനി പേയ്മെന്റ് പോകുന്നത് എന്തൊക്കെയാണ്? പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നു, ഡിബഞ്ചർ റിഡീം ചെയ്യുന്നു, ഷെയർ ബൈ ബാക്ക് ചെയ്യുന്നു, റീപേയ്മെന്റ് ഓഫ് ലോൺ. നേരത്തെ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്ത അതേ ഐറ്റംസ് തന്നെ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി കിട്ടും. ദെൻ ഈ മൂന്നും കൂടെ, 3 ഹെഡിലെ ഐറ്റംസും കൂടെ, 3 ഹെഡ് എന്ന് പറയുന്നത് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി, മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ്, നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് കിട്ടും. ദെൻ ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് ആഡ് ചെയ്യുന്നു. പീരീഡിന്റെ ബിഗിനിങ്ങിലെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് ആഡ് ചെയ്യുന്നു. അതായത് ക്യാഷോ ബാങ്ക് ബാലൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ഓഫ് സോണി ലിമിറ്റഡ് ആർ ഗിവൺ ബിലോ. അപ്പൊ 2 വർഷത്തെ കമ്പാരറ്റീവ് ഡാറ്റയാണ് തന്നേക്കുന്നത്. 31/3/2024 31/3/2025 ആണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റിലെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നിട്ടുണ്ട്, ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്. അപ്പൊ ഈ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. കാരണം നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നത്. ക്യാഷ് ഐറ്റംസ് അല്ല തന്നേക്കുന്നത് നേരിട്ട്, നമുക്ക് തന്നേക്കുന്ന ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡാണ് ചെയ്യേണ്ടുന്നത്. ദെൻ നമുക്ക് നോൺ കറണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റി തന്നിട്ടുണ്ട്, ദെൻ നോൺ കറണ്ട് അസറ്റുകൾ തന്നിട്ടുണ്ട്, കറണ്ട് അസറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എല്ലാ അഡ്ജസ്റ്റ്മെന്റിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇവിടെ 31/3/2024 ഉണ്ട്, 31/3/2025 ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റും കൂടെ ഇതിൽ അഡ്ജസ്റ്റഡ് ആയിരിക്കും. അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് അത് കൂടാതെ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുന്നത് പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ടുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിലേക്ക് എത്തണം. അപ്പൊ ഡിവിഡൻഡ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പിലേക്കുള്ള പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിപ്പോ കറണ്ട് പ്രോഫിറ്റിന്റെ കൂടെ ഡിവിഡൻഡ് ഒക്കെ ആഡ് ചെയ്യണം. ദെൻ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഇൻകം ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ളതാണ് നമുക്ക് കിട്ടേണ്ടുന്നത്. അപ്പൊ നമുക്ക് ആ പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് തന്നേക്കുന്നത് 5280 ആണ്. ഈ വർഷത്തിന്റെ അവസാനം ബിഗിനിങ്ങിൽ 5020 ആയിരുന്നു. ക്ലോസിംഗ് ബാലൻസ് 5280. ഇതിൽ എന്ത് ആഡ് ആക്കിയിട്ടുണ്ട്? കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറണ്ട് ഇയറിലെ പ്രോഫിറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ലെസ് ചെയ്യുന്നു. അപ്പൊ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് 260 റുപ്പീസ്. ദെൻ ഇപ്പൊ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവിഡൻഡും ഇൻകം ടാക്സും പേ ചെയ്തിട്ടുണ്ട്. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഡിവിഡൻഡ് 1750 കൊടുത്തിട്ടുണ്ട്. ഇത് പ്രോഫിറ്റിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. ടാക്സ് കൊടുത്തിട്ടുണ്ട് 1000. അപ്പൊ ഇതൊക്കെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ആഡ് ചെയ്യണം. കാരണം ഇതൊക്കെ ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചത് ആഡ് ചെയ്യുന്നു. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻകം ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം 3010 കിട്ടും. ഇനി നമ്മൾ നോക്കാം നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോർ ദി ഇയർ എൻഡഡ് 31/3/2025. ക്യാഷ് ഫ്ലോ ഫ്രം 3 ഹെഡിലാണ് നമ്മൾ ചെയ്യുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പൊ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻകം ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഫോർമാറ്റിൽ പഠിച്ചതുപോലെ നമ്മുടെ പ്രോഫിറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്ന നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പെൻസ് ആണെങ്കിൽ ആഡ് ചെയ്യും, ഇൻകംസ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യും. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു നമുക്ക് വരാവുന്ന ഐറ്റംസ്, നമ്മുടെ ഫിനാൻസ് കോസ്റ്റിൽ വരുന്ന ഐറ്റംസ്, ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ എക്സ്പെൻസിനൊക്കെയാണ് നമുക്ക് മിക്കവാറും ഐറ്റംസ് വരുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്കിവിടെ നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ പ്രോഫിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയേക്കാവുന്ന ഐറ്റംസ് എന്നുള്ളത് നമ്മൾ നോക്കാം. നമുക്കിവിടെ നോക്കി, ഇവിടെ ഈ വർഷം പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെന്റ് ഇതിന്റെ പ്രത്യേകത എന്താ? 10,000 ഉണ്ടായിരുന്നത് 15,000 ആയിട്ട് മാറി. ഇൻടാഞ്ചിബിൾ അസറ്റ്
5,000 ഉണ്ടായിരുന്നു, അത് 2,500 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് നടന്നിട്ടുണ്ട്? ഇൻടാൻജിബിൾ അസറ്റിന്റെ വാല്യൂ അമോർട്ടൈസ് ചെയ്തിട്ടുണ്ട്, വില കുറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ഡിബഞ്ചർ, ലോങ് ടേം ബോറോയിങ്സ് 10% ഡിബഞ്ചർ, ഫിനാൻസ് കോസ്റ്റ് ഈ 10% കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുമ്പോൾ ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് ഈ 10% ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ രണ്ട് എമൗണ്ടുകൾ നമുക്ക് വന്ന എക്സ്പെൻസ് ആണ്, അത് രണ്ടും ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, നമ്മുടെ ഈ വർഷം ഡിബഞ്ചറിന്റെ എമൗണ്ട് എത്രയുണ്ട്? 3,000. 3,000ന്റെ 10% എന്ന് പറയുമ്പോൾ 300. ദെൻ അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ് വില്ല്, ഇവിടെ ഗുഡ് വില്ലിന്റെ വാല്യൂ 5,000 ഉണ്ടായിരുന്നത് 2,500 ആയി എന്ന് പറയുമ്പോൾ 2,500 നമുക്ക് അതിന്റെ വാല്യൂ കുറഞ്ഞു. ദെൻ ഇപ്പൊ നമുക്ക് വേറെ ഇൻകംസ് ഒന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടില്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻ റെഫർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇൻകംസ് ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടി. ഇനി നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അതായത് കറണ്ട് അസറ്റിന്റെ ഡിക്രീസും കറണ്ട് ലയബിലിറ്റിയുടെ ഇൻക്രീസും ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, നേരെ തിരിച്ചുള്ളത് നമ്മൾ ലെസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഒന്ന് പരിശോധിക്കാം. കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, ക്രെഡിറ്റേഴ്സിന്റെ പ്രത്യേകത, ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 5,180 ഉണ്ടായിരുന്നത് 5,920 ആയിട്ടുണ്ട്. അപ്പൊ ഇത് കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, അതും നമുക്ക് ഈ കറണ്ട് ലയബിലിറ്റിയും നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ കറണ്ട് അസറ്റിലേക്ക് വരുമ്പോൾ സ്റ്റോക്കിന്റെ വാല്യൂ നോക്കൂ, ഇവിടെ ഡിക്രീസ് ആണ്, സ്റ്റോക്കിന്റെ വാല്യൂ ഡിക്രീസ് ആണ്, അപ്പൊ ആഡ് ചെയ്യണം. ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ നോക്കൂ, ഇൻക്രീസ് ആണ്, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് വന്നാൽ ലെസ് ചെയ്യണം. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് നമ്മൾ ഇവിടെ എടുക്കില്ല. അപ്പോൾ ഡിക്രീസ് ഇൻ സ്റ്റോക്ക് ആഡ് ചെയ്തു, ദെൻ ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് ലെസ് ചെയ്തു, ദെൻ ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് വന്നത് നമ്മൾ ആഡ് ചെയ്യണം. ലയബിലിറ്റി ആണ്, ഇൻക്രീസ് ഇൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യണം. ആ ഇൻക്രീസ് വന്ന ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഡെപ്റ്റേഴ്സ് എടുക്കുക, ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് 7,450 ഉണ്ടായിരുന്നുള്ളൂ, അത് 8,850 ആയി. അപ്പൊ നേരിട്ട് 1,400 റുപ്പീസിന്റെ ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ 1,400 നമ്മൾ ലെസ് ചെയ്തു. ഇപ്പൊ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. ദെൻ അതിൽ നമ്മൾ ഇൻകം ടാക്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ആ ഇൻകം ടാക്സ് പെയ്ഡ് ഇതാ തന്നേക്കുന്നു. ആ ഇൻകം ടാക്സ് പെയ്ഡ് നമ്മൾ ലെസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടി, പോസിറ്റീവ് ഫിഗർ ആണ്. ഇനി നമുക്ക് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, അടുത്ത ഹെഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. നമ്മൾ നോക്കുക ഏതെങ്കിലും ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കതാ, ഇവിടെ നോക്കിയേ, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് ഇക്വിപ്മെന്റ്, ഇവിടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ തരുന്നുണ്ടാ, ലാൻഡ് വാസ് പർച്ചേസ്ഡ് ഫോർ 5,000. ഇവിടെ ഡിഫറൻസ് 5,000ന്റെ ആണ്. 10,000 ഉണ്ടായത് 15,000 ആയി മാറി എന്ന് പറഞ്ഞാൽ 5,000 ഇവിടെ തന്നിട്ടുണ്ട്, ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 5,000. അപ്പൊ നമുക്കത് എൻ്റർ ചെയ്യാം. ക്യാഷ് പെയ്ഡ് ഫോർ ലാൻഡ് പർച്ചേസ്ഡ്. ഇനി നമ്മൾ വേറെ ഐറ്റംസ് ഒന്നും അവിടെ നമ്മൾ നോക്കിയിട്ട് കണ്ടിരുന്നില്ല. വേറെ ഐറ്റംസിലൊന്നും നമുക്ക് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്ന പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെ വേറെ ഐറ്റംസ് ഒന്നും നമ്മൾ നോക്കുമ്പോൾ കണ്ടിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഇവിടെ ക്യാഷ് യൂസ്ഡ് ആണ്, കാരണം 5,000 ലാൻഡ് പർച്ചേസ് ചെയ്തു, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി 5,000 റുപ്പീസ്. ഇനി ഫിനാൻസിങ് ആക്ടിവിറ്റീസിലേക്ക് കിടക്കുക. നമ്മൾ നോക്കുക നമ്മുടെ ഇക്വിറ്റി ക്യാപിറ്റലിനും ബോറോയിങ്സിലും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പൊ ക്യാപിറ്റൽ നോക്കൂ, ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ 35,000 ഉണ്ടായത് 37,000 ആയി, ഇൻക്രീസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദെൻ ഡിബഞ്ചർ നോക്കൂ, 6,000 ഉണ്ടായിരുന്ന ഡിബഞ്ചർ 3,000 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ റിഡീം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ, ഇത് ബോറോയിങ്സ് ആണ്, ഡിബഞ്ചർ റിഡീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാഷ് റെസീപ്റ്റ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ് 2,000, ദെൻ ഡിബഞ്ചർ റിഡീം ചെയ്തിട്ടുണ്ട് 3,000. ഇത് കൂടാതെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു ഈ 3,000 നമ്മൾ 10% ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്.
ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മാറ്റിക്കളഞ്ഞത്. അപ്പൊ അത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. നമുക്ക് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഏതാണ്, ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റില് ഡിവിഡൻഡ് ഏത് ഡിവിഡൻഡ് ആണെങ്കിലും അതൊക്കെയും ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഓണേഴ്സ് ക്യാപിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ ഡിവിഡൻഡ് കൊടുത്തു, ക്യാഷ് പെയ്ഡ് ഫോർ ഡിവിഡൻഡ്. അപ്പൊ ഇവിടെ ആകെ ഷെയർ ഇഷ്യൂ ചെയ്തത് മാത്രമാണ് പോസിറ്റീവ് വാല്യൂ വന്നത്, ബാക്കിയൊക്കെ നെഗറ്റീവ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. ഇപ്പൊ നമുക്ക് നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റി 3050 കിട്ടി, നെഗറ്റീവ് ഫിഗർ ആണ്. അപ്പോൾ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുക. അതുകൊണ്ട് നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് ആണ് 600 റുപ്പീസ്. ഇതിന്റെ കൂടെ നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആഡ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എത്രയുണ്ട്, നമുക്ക് 4500 ആണ് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ്. ഇത് നമ്മൾ 4500 ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് 3900. നമ്മൾ കറക്റ്റ് അല്ലേ എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ റിപ്പോർട്ടും ചെക്ക് ചെയ്യണം. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് 3900. ഇതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ഈ ക്യാഷ് ഇവിടെ എത്ര ഉണ്ടായിരുന്നു, 4500 ഉണ്ടായിരുന്നത് എങ്ങനെ 3900 എത്തിച്ചേർന്നു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് നമുക്കിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഏതൊക്കെ വിധത്തിൽ ആ ക്യാഷ് എങ്ങനെയൊക്കെ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ. അപ്പൊ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എടുക്കേണ്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എടുക്കണം. എന്നിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് മനസ്സിൽ കണ്ടിട്ട് വേണം അതിൽ ഏതൊക്കെ ഐറ്റംസ് നമുക്ക് വരാം, അഡ്ജസ്റ്റ്മെന്റ് വരാവുന്ന ഏരിയാസ് ഏതൊക്കെ. ഇപ്പൊ എക്സ്പെൻസുകളിൽ നമുക്ക് വരാവുന്നത് നമ്മുടെ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആണ്. ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ എക്സ്പെൻസ്. അപ്പൊ അങ്ങനെയുള്ളത്, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്യാഷ് ഐറ്റംസ് ഒന്നും നമ്മൾ ഇതിൽ പെടുത്തേണ്ട ആവശ്യമില്ല. നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ ആ രീതിയിൽ വെച്ചിട്ട് വേണം നെറ്റ് പ്രോഫിറ്റ് എടുക്കാനും അഡ്ജസ്റ്റ്മെന്റ് നടത്താനും. ദെൻ ബാക്കി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും ഫിനാൻസിങ് ആക്ടിവിറ്റീസും ഒക്കെ രണ്ട് മെത്തേഡിലും സെയിം തന്നെയാണ്. ഡയറക്റ്റ് മെത്തേഡിലും ഇൻഡയറക്റ്റ് മെത്തേഡിലും സെയിം തന്നെയാണ്. അപ്പൊ അത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.